വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റാണ് ഗൈസ്. മൈൻക്രാഫ്റ്റിലെ പച്ചയിൽ തുടരുത് എന്ന് ഞാൻ ചുമ്മാ നോക്കുമ്പോൾ ഒരു കണ്ടൻറ്റ് ഉണ്ട്. ആ കണ്ടൻറ്റ് ചെയ്യുക ഗൈസ്. ഇത് കുറേ ഗെയിമേഴ്സ് കളിച്ച് നിങ്ങൾ നിങ്ങൾ കണ്ട് മടുത്തായിരിക്കും. എന്നാലും ഞാൻ കളിക്കുന്ന കണ്ട് ഒന്നുകൂടെ മടുക്കും. അപ്പോൾ ഗൈസ് ഇപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കളിക്കാം ഗൈസ്. അപ്പം ഞാൻ സ്പോണായിരിക്കുന്നു ഇപ്പോൾ കുഴപ്പമില്ല. പച്ച അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് ഗൈസ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ ഇതൊന്നും മാറ്റട്ടെ ഗൈസ്. ഗൈസ് ഒരു മിനിറ്റ്, അത് മാറ്റ്. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ഡേയും കൂടെ കൗണ്ട് ചെയ്യുന്നതാണ്. ഓണാക്കട്ടെ. ഓക്കെ ഗൈസ്, എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സൈഡിൽ കാണാം. സൈഡിൽ കാണാൻ ഗൈസ് വേണമെങ്കിൽ ഞാൻ ഹൈലൈറ്റ് കേസ് തന്നെ എനിക്കിത് ഇവിടെ കാണാമല്ലോ ഗൈസ്. അതിൻ്റെ കൈ തട്ടിയതാണ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ആദ്യം മരം വെട്ടണം. മരം വെട്ടണമെങ്കിൽ മരം പച്ച ഉള്ളിടത്താണ് ഗൈസ് ഉള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യണമെങ്കിൽ ഈ സാൻഡൊക്കെ ഇങ്ങനെ വെട്ടി താട്ട് പോകാൻ സാൻഡ് തീർന്ന് ഗൈസ്. ഇപ്പോൾ ഒന്നും കൂടെ താഴോട്ടിറങ്ങിയിട്ട് കുറച്ചുകൂടി സാൻഡ് മണൽ വാരലാണ് ഗൈസ്, മണൽ വാരൽ. അപ്പോൾ ഗൈസ് പച്ചത്തട്ടിൽ അപ്പോൾ ഗൈസ് ഇപ്പം അപ്പം നിങ്ങൾ മരം പച്ചയല്ലേ? മരം പച്ചയാണ്. പക്ഷേ അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പച്ച കളറിലൊക്കെ എല്ലാം വെട്ടിക്കളയും. എന്നിട്ട് അവിടെ പിന്നെയും സാൻഡ് കൂട്ടിട്ട് ഗൈസ് സ്റ്റണ്ട് ആയണ്ട സെറ്റ്. ഇപ്പം ഞാൻ പച്ച ചാടിയായിരുന്നു എൻ്റെ വീഡിയോ ഇപ്പോൾ ഇവിടെ ചേർത്തിട്ടുണ്ടാകുന്നത്. എന്ത് ചെയ്യാൻ ഗൈസ്, ഇൻട്രസ്റ്റ് മൂവായി പോയി. വെട്ടാൻ സാൻഡ് വെട്ടണം. വീണ് അയ്യോ തട്ടിയില്ല. പച്ചയല്ലേ ഗൈസ് തട്ടിയത്. അപ്പോൾ ഏകദേശം ഗൈസ് ആ ഇല നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇല ഇപ്പം തട്ടിയത് ഗൈസ്. ഈ രീതിയിലങ്ങ് നിന്നങ്ങ് താഴ്ത്ത് പോയ ഗൈസ്. അപ്പം ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താഴെ പച്ചയില്ല. ഇവിടെ വളരുന്നതിന് മുമ്പ് വേഗം ഓക്കെ, നമ്മളത് വളരുന്നതിന് മുമ്പാണ് ഗൈസ് എടുത്ത് ചാടിയത്. ഗൈസ് ചുറ്റിലും ഇലകൾ മാത്രം പരിപാടി ചെയ്യാം. ഇവിടെ നമുക്ക് ടൂൾസ് ക്രാഫ്റ്റ് ചെയ്യാം ഗൈസ്. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരിതും പിന്നെ ഒരു ആക്സും ഒരു പിക്കാക്സും ഷവലും ഉണ്ട്. ഷവൽ എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഗൈസ്. ഇപ്പം ഇത് പച്ചയല്ല, തട്ടിയില്ല ഒറ്റ പോലും, ജസ്റ്റ് മിസ്സിന് ഗൈസ്. ഇപ്പം നമ്മളിവിടെ പാത്തുണ്ടായിക്കൊണ്ട് പോയാൽ മതി ഗൈസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. തട്ടിയോ ഗൈസ്? ഞാൻ ഇല്ലാന്ന് തോന്നുന്നു, ഞാൻ ചവിട്ടിയില്ല. ഞാൻ അത് ചാടി വന്നപ്പോഴത്തേക്ക് അറിയാതെ ഒന്ന് തട്ടിയത് ഇവിടെ. ഞാൻ ചവിട്ടല്ലെന്നാണ് പറഞ്ഞത് ഗൈസ്. ഇപ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് കിടക്കും ഗൈസ്? എനിക്ക് തോന്നുന്നു ഞാനൊരു സീഡ് എടുത്തായിരുന്നു. ആ സീഡിനകത്ത് അവിടെ ആയിട്ടൊരു വില്ലേജ് ഉണ്ടായിരിക്കും. വില്ലേജ് ഉണ്ടായിരിക്കണം എന്ന് ഞാനൊരു പാത്ത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങ് വരെ ഞാൻ പോകണം. അല്ലേ ഗൈസ്, വേറെ പരിപാടി ഉണ്ട്. ബോട്ടുണ്ടാക്കി ഇതുവഴി കറങ്ങിപ്പോകണം. അത് നല്ലൊരു പരിപാടിയാണ്. തട്ടിയോ ഗൈസ്? തട്ടുന്നതിന് കുഴപ്പമില്ല, എനിക്ക് എപ്പോഴും ഞാൻ അറിയാതെ തട്ടും. പിന്നെ ഗൈസ് ഇപ്പം ഞാൻ തട്ടീനെ. ഇപ്പം
ഒന്ന് ഓ എല്ലാം സാഹചര്യം മൊത്തം നമുക്ക് എതിരാണല്ലോ. പിന്നെ ഹെൽത്ത് കുറച്ച് ഇറങ്ങി ഗൈസ്. ആ സ്ഥലത്ത് പോയി കഴിയുവാണെങ്കിൽ നമുക്ക് ഇതൊരു ഐലൻഡാണ് ഗൈസ്. ഈ ഐലൻഡിൻ്റെ നടുക്ക് ഇത് വില്ലേജ് കാണും എന്നാണ് ഞാൻ എടുത്ത സീഡിൽ ഞാൻ കണ്ടത് ഗൈസ്. മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് എഡിഷനാണ് ഞാൻ കളിക്കുന്നത്. ഞാൻ ഫോണിൽ അല്ല കളിക്കുന്നത്. പൊന്നു ഗൈസ്, ഞാൻ എവിടെയെങ്കിലും വെച്ച് തട്ടി എനിക്ക് കാണത്തില്ല പെട്ടെന്ന് പോകുന്നതുകൊണ്ട് നിങ്ങൾ കമൻറ്റിൽ പറയണേ. അവന്മാരുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. വായിക്കാതെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ കള തൊണ്ടവേദനയൊക്കെ വരും പാക്കത്തില്ല. എവിടെ ഇതിങ്ങനെ ആക്കി എന്തെങ്കിലും കുറിച്ചെല്ലാം എടുത്തും കിട്ടും. അതിടയിൽ കൂടെ ഇതും കൂടെ വരുമ്പോഴാണ് ഗൈസ് നമുക്ക് പണം കിട്ടുന്നത്. തീരുമാനമായി. ഇപ്പം ഇനി നോക്കി പിക്കാക്സ് ആയിട്ട് ഇതിനെ മുറിക്കാൻ സാൻഡ് ഇത് വളരുന്നതിന് മുമ്പ് ഞാൻ അവിടെ വരെ പുല്ല് കിളിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ചെയ്യണം. ഷവൽ ഒന്നുണ്ടാക്കണം കൈ സ്വർണം. എന്നിട്ട് ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് അനമണ്ടയ്ക്കോട്ടത് കയറിയിട്ട് ഞാൻ എന്നാക്കി കാണിക്കുന്നില്ല. ഞാൻ ബോട്ട് ഒരു ബോട്ട് മതി, എനിക്ക് ഒരെണ്ണം മതി. ഇന്നൊരു പരിപാടിയുണ്ട് കാണിച്ചു തരാം. ഈ ബോട്ടിനെ വെച്ചിട്ട് ഒന്ന് മണ്ടയ്ക്ക് ഇട്ട് ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് താട്ടുക. എന്തായാലും അതിനെ കിട്ടത്തില്ല. താട്ട് പോകും കിടന്ന പമ്പറം കണക്കിന് ബോട്ടിൽ കയറി സെറ്റ്. രാത്രിയാകുന്നു. രാത്രിയുടെ മറവിൽ തിരിഞ്ഞു നോക്കുമ്പോഴാണ് കുറേ നേരം ഉള്ളതുപോലെ തോന്നുന്നത്. ഗൈസ് കണ്ട് ഗൈസ്, ഇതിനാ ഫ്ലോട്ടിങ്ങില്ലേ പറന്നിരിക്കുന്നു. വേണ്ട ഒരു പോർട്ടലും ഉണ്ട് ഗൈസ് അവിടെ. പിന്നെ കുമാറവിടെ പാത്തുള്ള തോന്നുമ്പോൾ സീനില്ല. ഇപ്പോഴാണ് എൻ്റെ കാര്യം ഇപ്പോഴാണ് സാധനങ്ങളൊക്കെ സ്പോണാകുന്നത്. കുമാറാകണം മോനെ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനതിനെ കൊന്നേന്ന്. ചുമ്മാ അല്ല ബ്രോ, ഒന്ന് മാറുമോ? റീസ്പോൺ പോയിന്റ് സെറ്റ് ആയിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി നമ്മളിനി പാത്തുണ്ടാക്കണം അവന്മാർക്ക് വേണ്ടി. ചവിട്ടിയില്ല. വിജയകരമായി നമ്മൾ ചവിട്ടാതെ ഇപ്പുറം വരുത്തിയിട്ട് ഗൈസ് നമ്മൾ പുതിയ ഇങ്ങനെ സർവേ ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മുടെ ഇതിൻ്റെ ബാക്കി പാർട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച്
നിർത്തുകയാണ്, വൈൻഡപ്പ് ചെയ്യുകയാണ്. പോണാകുന്നു ചുമ്മാ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുമ്പോഴാണ്, വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് എനിക്ക് മെയിനായിട്ടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ചാനലിൻ്റെ പേര് ഇപ്പോൾ RP Pro എന്നാണ്. ഞാനത് മാറ്റി ഗൈസ്. കാരണം വെച്ചാൽ എൻ്റെ ഈ ചാനൽ സെയിം പേരുള്ള വേറൊരു ചാനൽ പോകുന്നു ഗൈസ്. അപ്പം അത് നമുക്ക് അങ്ങനെ വേണ്ടാത്തതോടെ ഞാൻ ഈ പേര് മാറ്റും ഗൈസ്. എനിക്കിപ്പോൾ 14 ദിവസം കഴിഞ്ഞാൽ മാറ്റാൻ ഇനി പറ്റത്തുള്ളൂ. അതാണ് ഗൈസ് ഞാൻ മാറ്റാത്തത്. മാറി കൊണ്ട് കളഞ്ഞു. ഇപ്പോൾ ഗൈസ് ഇനിയും തീരുമാനമായി ഗൈസ്. ഞാൻ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. വൈൻഡപ്പ് ചെയ്യുന്ന മുമ്പ് ഗൈസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യും ഗൈസ്, അല്ലെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്തില്ല, ക്ലീനായിട്ട് ഇതുപോലെ തന്നെ ഞാൻ അങ്ങനെ ഇടും ഗൈസ്. അപ്പം ശരി ഗൈസ്.